കേരളത്തിലെ ചില നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാഹുൽ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയം മറന്നുപോവുകയാണ്. മൂക്കിനപ്പുറമുള്ള ലോകം കാണാൻ കഴിയാത്ത കേരളത്തിലെ നേതാക്കളുടെ പ്രേരണയിലാണിത്. മോദിയും ബിജെപിയും എത്ര ശ്രമിച്ചാലും ഇന്ത്യ സഖ്യത്തിന് കോട്ടം തട്ടില്ലെന്നും ബിനോയ് വിശ്വം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറി അംഗവുമായ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണമാണ് നമ്മൾ തേടുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ LDF ഒരു വലിയ വിമർശനം ഉന്നയിക്കുന്നു. കാരണം കണ്ണൂർ പ്രസംഗത്തിന്റെ പേരിലാണ് വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ഒരു പാർട്ടി, ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ആണ് BJPക്ക് ബദലായി നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ വിമർശനം ആരോഗ്യകരമാണോ? എന്താണ് CPIയുടെ നിലപാട്? രാഹുൽ ഗാന്ധി അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയം മറക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിൽ സംശയമേതുമില്ല. ഈ വലിയ യുദ്ധത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യ എതിരാളി RSS BJP ആണ്, വേറെ ആരുമല്ല. അവരാണ് മുഖ്യ എതിരാളിയെങ്കിൽ നമ്മുടെ സമരത്തിന്റെ എല്ലാ കുന്തമുറിയും തിരിച്ചുപിടിക്കേണ്ടത് അവർക്കെതിരായിട്ടാണ്. രാഹുൽ ഗാന്ധി അത് മറന്നുപോകുന്നു. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ആരോ അത് മറക്കാൻ ആവശ്യപ്പെടുന്നു. അവരുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയത്തെ, ആശയത്തെ പൂർണ്ണമായും മറന്നുകൊണ്ടാണ്. മൂക്കിനപ്പുറം കാണാൻ കെൽപ്പില്ലാത്ത, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സങ്കീർണമായ ഭാവങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കേരളത്തിലെ ചില നേതാക്കന്മാരുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. മോദിയും BJPയും എത്രമേൽ ശ്രമിച്ചാലും ഞങ്ങൾക്ക് രാഷ്ട്രീയം മറക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മോദിയുടെ കൂടെ ചേർന്നുകൊണ്ട് രാഹുൽ ഗാന്ധി എന്തെല്ലാം പറഞ്ഞാലും ഞങ്ങൾക്കറിയാം ഈ സമരത്തിലെ മുഖ്യ എതിരാളി ആരാണ്, ഞങ്ങൾക്കറിയാം മുഖ്യ കടമ എന്താണെന്ന്. അതുകൊണ്ട് അത് വിട്ടുള്ള ഒരു കളിക്കും ഞങ്ങളില്ല. ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിമർശനത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മൂക്കിനപ്പുറമുള്ള രാഷ്ട്രീയം കാണാൻ കഴിയാത്ത കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രതികരണം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറി അംഗമായ ബിനോയ് വിശ്വം പ്രതികരിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ മാവേലിക്കര. R. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. R. ശ്രീജിത്ത്, പേര് പറഞ്ഞില്ലെങ്കിലും ആരെയാണ് ഉന്നമിട്ടത്, ആരാണ് ഉപദേശിച്ചത് എന്നതൊക്കെ വ്യക്തമാകുന്ന തരത്തിലല്ലേ ബിനോയ് വിശ്വം പറയാതെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? സുജയ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയം മറന്നുള്ള പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നതെന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിക്കുന്നത്. ഇന്ത്യ സഖ്യം BJPക്കെതിരെ ഉള്ള വിശാലമായ ഒരു സഖ്യമായി വളരുകയാണ്. ഇതിന്റെ മുന്നേറ്റത്തിനും ഇതിന്റെ രാഷ്ട്രീയത്തിനും വിഘാതമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നാണ് ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തുന്നത്. അതിന് കാരണം കേരളത്തിലെ നേതാക്കളുടെ പ്രേരണയാണ്. വിശാലാർത്ഥത്തിൽ ഇന്ത്യയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്താൻ കഴിയാത്ത കേരള നേതാക്കൾ സംഘടിത താല്പര്യങ്ങൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നു എന്ന ആരോപണമാണ് CPI മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം ഒട്ടും ആശ്വാസമല്ല. ഈ മോദിയും BJPയും എത്ര ശ്രമിച്ചാലും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തിനെ തടയാൻ കഴിയില്ല, അതിന്റെ വിശ്വാസത്തെ തടയാൻ കഴിയില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെക്കെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളൊന്നും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തില്ല എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. R. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.